പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ മരുന്നൊന്നുമില്ല. പരിശോധനയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവർ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യുക. സർക്കാരിന്റെ ഒക്കെ ഒരു പിടിപ്പേട് കൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ജനങ്ങൾക്ക്. പെട്ടെന്ന് കാര്യം നടക്കാനായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോകുന്നത്. ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ചില ഡോക്ടർമാരില്ലെന്നാ പറയണത്. അവിടെ സർവീസ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, പക്ഷെ കാശും അതുപോലെ കുറച്ച് കൂടുതലായിരിക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണെങ്കിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട്. എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ അതോ ഗവൺമെന്റ് സെക്ടറാണോ ആശ്രയിക്കാറ്? പെട്ടെന്ന് നമുക്ക് ആദ്യത്തെ ഒരു ഇത് ഒപ്പീനിയൻ തോന്നുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ആദ്യത്തെ ഒരു പെട്ടെന്ന് നമുക്ക് ഇപ്പൊ ഏറ്റവും അടുത്ത് നിയറസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അത്രയും കൂടുതൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് വേണ്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. അടുത്ത ചോയ്സ് ആയിരിക്കും. അവിടെ ഇല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് നമ്മൾ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഏതാണ് ബെറ്റർ? നമുക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല സർവീസ് എന്ന് തോന്നണോ? ഏതാണ്? മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആയിരിക്കും ബെറ്റർ. അതിപ്പോ എവിടെ ചെന്നാലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പൊ ഉണ്ട്, ഇപ്പോഴത്തെ നിലപാടിലുണ്ടാവും. അപ്പൊ ഇപ്പൊ പ്രൈവറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്യാഷ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നല്ല സർവീസും ഗവൺമെന്റ് സെക്ടറിൽ ഉണ്ടെന്നാണ് ഇപ്പൊ ഉണ്ട്. നിലവിൽ ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്. ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട്. കാരണം സർജറി ആണെങ്കിലും ഇപ്പൊ കാർഡിയാക്കിന്റെ ആണെങ്കിലും ഇപ്പൊ എല്ലാവിധ സംവിധാനം ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട്. അതുപോലെ എല്ലാവരും ഉണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണെങ്കിലും നിയറസ്റ്റ് ഇപ്പൊ എന്തെങ്കിലും ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം സംഭവിച്ചു കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള സർവീസ് കിട്ടും. സാധാരണക്കാരെന്ന നിലയിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രിനെ ആശ്രയിക്കും അതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കും? ഗവൺമെന്റ് ആശുപത്രിയാണോ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ പോവാൻ ചാൻസ് കൂടുതൽ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം. എന്താണ് അതിന് കാരണം? അവിടെ പോയ പൈസ അല്ലേ, ഇവിടെ പോയ പൈസ കിട്ടണം, അതാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ക്യാഷ് കൂടുതലാണെന്നാണോ പറയുന്നത്? അതെ അതെ. നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയാൽ പൈസ ഒന്നും വേണ്ട. അല്ല, മെഡിക്കൽ കോളേജിൽ അപ്പോൾ നല്ല സർവീസ് ആണ്? അത് ഗവൺമെന്റ് അവരുടെ ഉണ്ട്, നല്ല സർവീസ് ആണെന്നാണ് പറയുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഗവൺമെന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇല്ല, അവർ ഒരുപാട് പൈസ ഉണ്ട്. ഇവിടെ പോയാൽ നമുക്ക് പൈസ ഉണ്ട്, ഒന്നും വേണ്ട, നല്ലതായിട്ട് നോക്കുന്നുണ്ട്, നല്ല സർവീസ് ആണ്. സാധാരണക്കാരൻ നിലയിൽ ഒരു ആശുപത്രി ആവശ്യം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രി പോവോ അതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിനാണോ ആശ്രയിക്കുക? ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രൈവറ്റ് ആശുപത്രി, കാര്യം കാശ് പോയാലും പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകണ്ടാണ് നല്ലതെന്നുള്ളതാണ്. കാര്യം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ മരുന്നൊന്നുമില്ല. മറ്റേ എന്താണ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടേതായ കുറെ നമ്മളൊരു ധർമ്മത്തിന് പോയി ചെന്ന് നിൽക്കുന്ന പോലെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിലനിൽക്കേണ്ടത് ഇവിടെ ആവശ്യമാണ്. അത് ഇപ്പോൾ നമുക്ക് അതിന്റെ ഒന്നും ഇത് കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ് കൂടുതൽ നല്ലതെന്നാണ് പറയണത്. അങ്ങനെയല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളാണ്. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ആശുപത്രി പെട്ടെന്ന് ഏതെങ്കിലും ഇപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആളുകൾ ക്യൂ നിൽക്കുന്നു. ആളുകൾക്ക് കൃത്യമായ മരുന്നൊന്നും കിട്ടുന്നില്ല. അവരാളുകളുടെ ക്യൂ എന്ന് പറഞ്ഞെങ്കിൽ കാശ് മേടിക്കും, മരുന്ന് മേടിക്കേണ്ടി വരും. പിന്നെ എന്താണ് ഇത് തന്നെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയെങ്കിൽ നമ്മൾ പൈസ പോകുമെങ്കിലും കാര്യം നടക്കും. ഇപ്പൊ സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ട് നമുക്കൊന്നും ഇപ്പൊ നിലവിൽ നടക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ഗവൺമെന്റ് സെക്ടറിൽ ഗവൺമെന്റ് ആശുപത്രികൾ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്നു? മാറണം. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഗവൺമെന്റിന്റെ ഇത് നിലനിന്നാലുള്ളൂ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ ഈ നമ്മള് ഈ കുത്തക തകർക്കാനും, അതേപോലെ കുത്തക എന്നല്ല ഉദ്ദേശിച്ചത്, അവര് നമ്മളെ പിടിച്ചു വലിക്കുന്നത് മാറ്റണമെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സർക്കാർ നിലവിലുള്ളത്, അത് ഏത് സർക്കാരായാലും ശരി, അത് നിലനിൽക്കേണ്ടത് ആവശ്യമുണ്ട്. പക്ഷെ ഇന്ന് നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. ഭയങ്കര മോശമാണെന്നാണ് പറയുന്നത്. ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇത് ഹോസ്പിറ്റൽ ആയാലും ശരി, ഒരു KSRTC ആയാലും ശരി, ഇതെല്ലാം നിലനിന്നാലേ ഉള്ളൂ ഈ പ്രൈവറ്റുകാരിൽ നിന്നും നമുക്ക് കുറച്ച് എന്താണ് ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നേടി അവർ പോകും, എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോകും. ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ ഡിപ്പെൻഡ് ചെയ്യാതോ ഗവൺമെന്റ്? പ്രൈവറ്റിൽ പോകാനുള്ള കഴിവില്ല. അപ്പൊ ESI ഇല്ല. ഇപ്പൊ മോൻ പോണടുത്ത് ESI ഇല്ല. അപ്പൊ നമ്മള് ഈ ആലുവേലി ഇടയാറൊക്കെ പോണത് ഗവൺമെന്റ് ആശുപത്രിയിൽ. നല്ല സർവീസ് ആണോ അവിടെ? അവിടെ കുഴപ്പമില്ല, നല്ല ഡോക്ടർമാരൊക്കെയാണ്. ഇപ്പൊ 4 മണി വരെയൊക്കെ ഉണ്ട്. എനിക്ക് ശ്വാസം മുട്ടൊക്കെ ഉള്ളതാണ്. എനിക്ക് നല്ല പിന്നെ പരിശോധനയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. മരുന്നും ഇൻഹീലറും ഒക്കെ തന്നെ ഉണ്ട്. നല്ല ഗവൺമെന്റ് സെക്ടറില് സർവീസിൽ സംതൃപ്തിയാണ്. അതിന്റെ ആശുപത്രിയുടെ അടുത്ത് തന്നെ ഉള്ളതുമാണ് ഞാൻ. പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ? ഇല്ല, ചെയ്യാനെന്ന് പറഞ്ഞാൽ അതിനുള്ള സാമ്പത്തികം ഇല്ല നമുക്ക്.
പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ നല്ലത്? നിങ്ങൾ എവിടെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാറ്? ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. എന്താണ് കാരണം? അവിടെയാണ് കുറച്ച് അവൈലബിലിറ്റി കൂടുതലായിട്ടുള്ളത്. പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ പരമാവധി ക്യാഷ് നമ്മുടെ നിന്ന് എടുക്കാനേ നോക്കുകയുള്ളൂ. ക്യാഷ് എടുത്തിട്ട് കുറച്ച് ട്രീറ്റ്മെന്റ്. ഗവൺമെന്റ് ആണെങ്കിൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവർ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യും. കാരണം ഗവൺമെന്റ് ആണ്, അവർ ഗവൺമെന്റ് സ്റ്റാഫാണ്. എനിക്ക് കുറച്ചുകൂടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല സർവീസ് ആണ് തോന്നിയിട്ടുണ്ടല്ലേ? നല്ല സർവീസ് ആണെന്നല്ല, ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നമ്മൾ പോവുകയാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് പൈസ ഉള്ളവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. പൈസ ഇല്ലാത്ത സാധാരണക്കാരന് പോകാൻ പറ്റിയ ഹോസ്പിറ്റൽ എപ്പോഴും ഗവൺമെന്റ് തന്നെ. നല്ല ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഗവൺമെന്റ് തന്നെയാണ് എപ്പോഴും നല്ലത്. എന്താണ് ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ചെറിയ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഗവൺമെന്റ് ഒക്കെ നമുക്ക് റിലേ ചെയ്യാം. പക്ഷെ ഭയങ്കര ക്രിട്ടിക്കൽ ഒരു പ്രശ്നമൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഹെൽത്ത് വെച്ചും നമ്മുടെ ജീവൻ വെച്ചും നമുക്ക് റിസ്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ക്രിട്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ബെറ്റർ എന്നാണോ? ഇപ്പൊ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ കയ്യിൽ എങ്ങനെയുണ്ടോ അങ്ങനെയാണ്. ഇപ്പൊ ഒരു സർജറി വേണം സാധാരണക്കാരൻ മനുഷ്യരാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പറ്റുള്ളൂ. പക്ഷെ പ്രൈവറ്റ് ഒട്ടും മോശമെന്നല്ല പറയണത്. പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എപ്പോഴും നല്ലത്. കാരണം അവര് ചെറിയ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ തന്നെ പൈസ കുറച്ച് കൂടുതലാണ് ഈടാക്കുന്നത്. ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ നോർമലി ഹോസ്പിറ്റൽ ഗവൺമെന്റ് സെക്ടർ ആണോ അതോ പ്രൈവറ്റ് സെക്ടർ ആണോ ഡിപ്പെൻഡ് ചെയ്യാറ്? നമുക്ക് ചികിത്സ നല്ലത് ലഭിക്കുന്നത് നമുക്ക് ഗവൺമെന്റിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തില് അവിടെ ചില പരിമിതികളൊക്കെ ഉണ്ട്. നമുക്ക് നല്ല ഒരു ട്രീറ്റ്മെന്റ് കിട്ടത്തില്ല. നമുക്ക് ശരിക്കും നല്ലത് നമുക്ക് ഗവൺമെന്റ് തന്നെയാണ്. നമുക്ക് മരുന്നുകളൊക്കെ നല്ല മരുന്നുകളൊക്കെ കിട്ടുന്നത്. പ്രൈവറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോകുന്നതിനാണ് നമുക്ക് ഏറ്റവും ഉചിതം. അത് നല്ല ഹോസ്പിറ്റൽ നോക്കി പോവുക. പിന്നെ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഒക്കെ ഒരു പിടിപ്പുകേട് കൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ജനങ്ങൾക്ക്. ചില സ്ഥലങ്ങളിൽ ഈ മലയോര മേഖലയിലേക്കൊക്കെ ഉള്ളതാണെങ്കിൽ ഡോക്ടർമാരില്ലാഴികയുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സർക്കാരിനുണ്ട്. എങ്കിലും എന്റെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ പോകുന്നതാണ് നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടാൻ സാധ്യത. സാമ്പത്തികമായിട്ടാണെങ്കിലും അത് സാമ്പത്തികവും മാത്രമല്ല, നല്ല മരുന്നുകൾ. അതായത് പ്രൈവറ്റിലെ മരുന്നുകൾ എന്ന് പറയുമ്പോൾ രോഗികളാണല്ലോ, രോഗികളാണല്ലോ. ഗവൺമെന്റ് മരുന്ന് പറയുമ്പോൾ അങ്ങനെയല്ലോ, ഗവൺമെന്റ് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. അത് വെച്ചുള്ളതാണ് മെഡിക്കൽ ഫീൽഡ്, അങ്ങനെയാണ്. പക്ഷേ ഗവൺമെന്റ് കുഴപ്പമില്ല, ഗവൺമെന്റ് തന്നെ. പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ നോർമലി ഡിപ്പെൻഡ് ചെയ്യാറില്ല അല്ലെ? പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ഞാനങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. പിന്നെ ഞാൻ മാക്സിമം ആൾക്കാരോടും ഗവൺമെന്റ് പോകാന്നുള്ളതാണ് പറയാറുള്ളത്. ഹോസ്പിറ്റലിനെ ആശ്രയിക്കുമോ അതോ ഗവൺമെന്റ് ആശുപത്രിനെ ആശ്രയിക്കുമോ? ഗവൺമെന്റ് ഹോസ്പിറ്റല്. എന്താ കാരണം? ഇങ്ങനെ ചികിത്സയുടെ ചെലവുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ആശുപത്രിനെ ആശ്രയിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത്ര നല്ല കെയറിങ്ങോ അല്ലെങ്കിൽ നല്ല ഡോക്ടേഴ്സും ഗവൺമെന്റ് സെക്ടറിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ കുറവാണെന്ന് തോന്നുന്നു നിലവില് ഗവൺമെന്റ് ഡോക്ടേഴ്സ്. എറണാകുളത്ത് ജനറൽ ആശുപത്രി ആയിരുന്നാലും ഡോക്ടേഴ്സൊക്കെ ഇപ്പൊ ട്രാൻസ്ഫർ ആയി പോയി അവിടെ ഡോക്ടർ അധികം ഇല്ലാത്ത സ്ഥിതിയിലാണെന്ന് തോന്നുന്നു. കാരണം എന്റെ ചേട്ടന്റെ ആക്സിഡന്റ് പറ്റിയിട്ട് അവിടെ കാലിന് ആക്സിഡന്റ് പറ്റിയിട്ട് ഇപ്പൊ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോയപ്പോ ചില ഡോക്ടർമാർ ഇല്ലെന്നാ പറയണത്. അവിടെ ട്രാൻസ്ഫർ ആയി അവിടെ നിന്ന് പോയി. അപ്പൊ അവിടെ അത്രയും ഡോക്ടർ ഇല്ലെന്നാ പറയണത് അവിടെ. ഇതൊരു പ്രൈവറ്റ് സെക്ടർ പോകണമെങ്കിൽ പക്ഷെ നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കും അല്ലേ? കാര്യം നടക്കും. പ്രൈവറ്റിൽ പോയാൽ പെട്ടെന്ന് കാര്യം നടക്കുകയും ചെയ്യും. സാധാരണക്കാരെന്ന നിലയിൽ ഒരു ഹോസ്പിറ്റൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവോ അതോ ഗവൺമെന്റ് ആശുപത്രിയിൽ പോവോ? എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കാനായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോകുന്നത്. ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അനുഭവസ്ഥനാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ ഞാൻ ഇപ്പം മാസങ്ങളോളമായി കയറി ഇറങ്ങി നടക്കുന്നത്. അതെ, അത് വൈഫിന് വേണ്ടി. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ പൈസ പോയാലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടപടിയാകണമെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പറ്റില്ല, പ്രൈവറ്റിൽ തന്നെ പോകണം. അത് പ്രത്യേകിച്ച് മെഡിക്കൽ ട്രസ്റ്റ് അതേപോലെയുള്ള റെനി അതേപോലെയുള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ പൈസ മറ്റുള്ളതിന് കൂടുതലായിരിക്കും, പക്ഷെ നമ്മളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടപടിയാവും. ശരിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റൽ നല്ലൊരു സർവീസ് ഇല്ല, നല്ല ഡോക്ടേഴ്സ് ഇല്ല തന്നെയാണ് 100%. ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. ഒരു ദിവസം അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നതാണ്. നെഫ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 ഡോക്ടർമാർ ഇതുണ്ട്, പക്ഷെ നിലവിൽ അവിടെ 2 ഡോക്ടർമാരേ ഉള്ളൂ. അതേപോലെ തന്നെ ന്യൂറോ, ഏത് സെക്ഷൻ എടുത്ത് നോക്കിയാലും ഇതാണ് അവസ്ഥ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ ഇപ്പൊ ഓർത്തോനൊക്കെ തെറ്റില്ല, അതേപോലെ സ്കിന്നിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഇതുണ്ട്. പിന്നെ ഫിസിഷ്യന് ഒരു ഹാർട്ട് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ ന്യൂറോ ആയിട്ടുള്ള ഇത് വന്നു കഴിഞ്ഞാൽ നേരെ കോട്ടയത്തേക്കാണ് ഇവർ വിടുന്നത്. പ്രോപ്പറായിട്ടുള്ള മെഡിസിനോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? അത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇവര് പറയും ഇവിടെ സാധനം സ്റ്റോക്കില്ല, അപ്പൊ അതിന്റെ പേരിൽ
മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ പറയും. അതാണ് അവസ്ഥ. ആശുപത്രി പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രി പോകുമോ അതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കും? ഞാനിവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് എന്താണ് കാരണം? അടുത്ത മെഡിക്കൽ കോളേജ് ഉണ്ട്, ചെലവും ചുരുക്കമാണ്. നല്ല സർവീസ് ആണോ ഗവൺമെന്റ് ആശുപത്രി? മെഡിക്കൽ കോളേജിലൊക്കെ നല്ല സർവീസ് ആണ്, നല്ല ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സർവീസ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, പക്ഷെ കാശും അതുപോലെ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് നമുക്ക് ഒരു കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നൊരു തോന്നൽ വരുന്നുണ്ടോ? എനിക്കിപ്പം ഇവിടെ പോയിട്ട് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ആള് കൂടുതലുണ്ട്, അതേ ഉള്ളു കുഴപ്പം. എന്നാലും നല്ല സർവീസ് ആണെന്നാ പറയണം.